ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുക. ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിക്കുകയാണ് മുന്നണികൾ. അവസാന മണിക്കൂറുകളിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ ശക്തമായ ആരോപണ പ്രത്യാരോപണവും തുടരുകയാണ്. രാകേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അത് തന്നെയാണ്. അപ്പോൾ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് 121 മണ്ഡലങ്ങളിൽ വിധി എഴുതുക. രാകേഷ്, നാളുകളായി നീണ്ട നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്, നാടകീയ മുഹൂർത്തങ്ങൾ ബീഹാറിൽ കണ്ടതാണ്, പല പല സാഹചര്യങ്ങൾ കണ്ടതാണ്. മറ്റന്നാൾ വിധി എഴുതുമ്പോഴേക്കും ഒരു സസ്പെൻസ് ട്വിസ്റ്റ് വല്ലതും പ്രതീക്ഷിക്കണം? ബീഹാറിൽ അങ്ങനെ ഏതായാലും പരസ്യപ്രചാരണത്തിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. 243 അംഗ നിയമസഭ, അതിൽ 121 മണ്ഡലങ്ങൾ, അതായത് പട്നയടക്കം 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഈ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം രണ്ട് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. അതായത് 2005 മുതൽ നിതീഷ് കുമാർ ഭരിക്കുന്നു ബീഹാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ഭരണം നിലനിർത്തണമെങ്കിൽ ഒന്നാം ഘട്ടം നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം, മഹാസഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കിയ പ്രദേശമാണ് ഒന്നാം ഘട്ടത്തിൽ കടന്നു പോകുന്നത്. ഏതാണ്ട് 121 മണ്ഡലങ്ങളിൽ 61 സീറ്റുകളിൽ വിജയിച്ചത് ഇന്ത്യ സഖ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി വന്നപ്പോൾ അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ പ്രതീതി, 15 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ മഹാസഖ്യത്തിന് ഭരണം പോയത്. അപ്പോൾ ഒരു വലിയ മുന്നേറ്റം തിരിച്ചുവരവ് നടത്തണമെങ്കിൽ NDAക്കും ഇത്തവണ ഈ മേഖലയിൽ വിജയിച്ചേ തീരൂ. ഏതായാലും നിരവധി മന്ത്രിമാർ, ഏതാണ്ട് 12 മന്ത്രിമാർ അധികം ഈ ഒന്നാം ഘട്ടത്തിലാണ് ജനവിധി തേടുകയും ചെയ്യുന്നത്. മറിച്ച് ഇന്ത്യ സഖ്യവും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇത്തവണ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമാണ്. പ്രത്യേകിച്ച് ആദ്യം മുതൽ BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ജംഗിൾ രാജ് തന്നെയാണ്. അതായത് ലാലുവിൻ്റെ ഭരണനാളുകൾ, 15 വർഷത്തെ ലാലുവിൻ്റെയും റാബ്രിയുടെയും ഒക്കെ തന്നെ ഭരണനാളുകൾ ചൂണ്ടിക്കാണിച്ച് അവർ അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ജംഗിൾ രാജാകും ബീഹാർ എന്ന പ്രചാരണം തന്നെയാണ് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഛഠ് പൂജയെ കോൺഗ്രസ് അപമാനിച്ചു എന്ന ആരോപണം പ്രധാനമന്ത്രി അടക്കം ആദ്യം മുതൽ ഉന്നയിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ തോക്കു ചൂണ്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തെന്ന വിമർശനം പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിനെ അടുത്ത ഭാഷയിൽ കോൺഗ്രസും തിരിച്ചടിക്കുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസും തേജസ്വി യാദവും കഴിഞ്ഞ നാളുകളിലെ അടക്കമുള്ള വിഷയങ്ങൾ, ഭരണനാളുകളിലെ പോരായ്മകൾ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വലിയ വിഷയമാണ്. ബീഹാറിൽ കുടിയേറ്റം, ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ജോലി തേടി പോകേണ്ട സാഹചര്യം, അതൊക്കെ വലിയ വിഷയമാണ്. നേരത്തെ രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തിയപ്പോഴും സമാനമായ വിഷയങ്ങളാണ് മുഖ്യ അജണ്ടകളായി ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണവും നടക്കുന്നത്. ഏതായാലും തേജസ്വി യാദവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും അവസാന ദിവസമായ ഇന്ന് ദേശീയ നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2-3 റാലികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. BJP നിന്ന് JP നഡ്ഡ ഇന്നൊരു റാലിയിലും ഒപ്പം തന്നെ ഗയയിൽ റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവസാന ദിവസത്തിലും വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികളുള്ളത്. അതാണ് അവസാനവട്ടവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നേതാക്കൾ ഇന്ന് ഇറങ്ങുന്നത് പ്രധാനമായും. അതോടൊപ്പം തന്നെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഉൾപ്പെടെ പറഞ്ഞൊരു വാചകം ഉണ്ടാവും. തേജസ്വി യാദവ് തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തത് എന്നുള്ള ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നു. ശക്തമായ ഭാഷയിൽ കോൺഗ്രസ് അത് തിരിച്ചടിക്കുകയും ചെയ്യുന്നു. എന്തായാലും അവസാന നിമിഷങ്ങളിൽ വളരെ കനത്ത പോരാട്ടം ബീഹാറിൽ തുടരുന്ന ഒരു പശ്ചാത്തലം. രാകേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.